മാന്യ പ്രേക്ഷകർക്ക് തരികിട പതിനിശയിലേക്ക് സ്വാഗതം. മാന്യ പ്രേക്ഷകർക്ക് തരികിട പതിനിശയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് തരികിട പതിനിശയിൽ പങ്കെടുക്കാൻ പോകുന്നത് ആരാണെന്ന് പരിചയപ്പെടാം. എന്തോന്നാ തന്റെ പേര്? ഈശോ ഓടി. എന്തോന്ന്? ഈശോ ഓടി. ഈശോ പേരി ഓടി ഇൻസൽ ഓടാശ്ശേരി ഡേവിസ് മകൻ ഈശോ. ഓ, അങ്ങനെ ഈശോ ഓടിയല്ലേ? അതെ. തന്റെ രൂപം കണ്ട ഈശോ വരെ ഓടും. ഈ ചിരികേട്ട ചെലുത്താൻ വരെ ഓടും. അപ്പൊ ഈശോ ഓടി. നിങ്ങള് ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, ബ്രായക്കാട് കൂടെയാണ്. എന്തോന്ന് വൃത്തിയേടാ നിങ്ങൾ പറയുന്നേ? ബ്രായക്കാട് കൂടെയാണ് വന്നത്. ഇത് ഷൂട്ടിംഗ് നടക്കാണെന്ന് വൃത്തിയേട് പറയല്ലേ? എന്റെ കൂടെ വന്നാൽ അങ്ങനെ വൃത്തിയേടാവണത്. ആരുടെ കൂടെ വന്ന് നീ ബ്രായിക്ക. വൃത്തിയേട് പറയില്ലേ? ഇബ്രാഹിമിക്ക. തനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഓ, അങ്ങനെ വ്യക്തമാക്കി പറയൂ. ഓക്കെ, അപ്പോ തരികിട പതിനിശ ആരംഭിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ 10,000 രൂപ സമ്മാനമായിട്ട് ലഭിക്കുന്നു. അതെ, ഈ 10,000 രൂപ എന്ന് പറഞ്ഞൊക്കെ പറയണ്ട, 10,000 രൂപ എന്ന് പറഞ്ഞാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മോഹൻലാലിന് വേണ്ടി സിനിമയിൽ സ്ഥിരമായിട്ട് പാടുന്ന ഒരു ഗായകന്റെ പേര് പറയുക. ഒരു പുളു തരുമോ? ഫ്ലൂ. ഫ്ലൂ ഫ്ലൂ. MG ആണ് തുടക്കം. MG സോമൻ. അദ്ദേഹം മരിച്ചുപോയില്ലേ? മരിച്ചുപോയല്ലേ? നെക്സ്റ്റ് ക്ലൂ. രണ്ടാമത് ശ്രീകുമാറുണ്ട്. MGക്ക് ശേഷം ഒരു ശ്രീകുമാർ കിടപ്പുണ്ട്. ഓ, MGക്ക് ശേഷം ശ്രീകുമാറുണ്ടല്ലേ? ജഗതി ശ്രീകുമാർ. എടോ, MG വെച്ച് വേറെ പേരൊന്നുമില്ലേ? MG റോഡ്. അയ്യോ, അത് റോഡല്ലേ, ഒരു മനുഷ്യന്റെ പേരാണ് പറയേണ്ടത്. മനുഷ്യന്റെ പേരല്ലേ? MGR. അത് നടത്തി വിട്ടാൽ നിനക്ക് നീർക്കിടക്കിടെ വിടമാറ്റേ. അയ്യോ, അതെ. ലാസ്റ്റ് ക്ലൂ. എങ്ങനെ? ഓ, പറഞ്ഞോളൂ. കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? അച്ചാർ ഞാനും കൊണ്ടുവന്നിട്ടുണ്ട്. എടോ, അതല്ലെന്ന്. അതായത് ഞാൻ ഓ, കുളു ആയാലും മണാലായാലും മര്യാദക്ക് പറയണം. അപ്പൊ ഞാൻ ചോദിക്കാൻ കൃത്യമായിട്ട് പറയാ. ഇനി പറ. മോഹൻലാലിന് വേണ്ടി സ്ഥിരമായിട്ട് പാടുന്ന ഗായകന്റെ പേരാണ്? അയ്യോ, ഇയാൾക്കൊരു ജ്ഞാനം ഇല്ലല്ലോ. പറയാത്ത സ്ഥിതിക്ക് മറ്റു പരിപാടികളിലേക്ക് കിടക്കാം. സാധാരണ തരികിട പതിനിശയിൽ വരുന്നവരോട് ഞാൻ കുശലാന്വേഷണങ്ങളെ അന്വേഷിക്കാറുണ്ട്. താങ്കൾ വിവാഹിതനാണോ? ഞാൻ വിവാഹിതനല്ല. അല്ല. വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടല്ലേ? ഭയങ്കര താല്പര്യമായിട്ട് നടക്കുന്നു. ആരെ വിവാഹം കഴിക്കാനാണ് താല്പര്യം? ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനാണ് താല്പര്യം. സാധാരണ എല്ലാവരും പെൺകുട്ടികളെയാണല്ലോ വിവാഹം കഴിക്കുന്നത്. അല്ല, എന്റെ പെങ്ങള് കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ആൺകുട്ടിയെയാണ്. അപ്പൊ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഞാനൊരു ചോയ്സ് പറയാം. ഇതിൽ ആരെ താൻ സെലക്ട് ചെയ്യുമെന്ന് പറയുക. അതായത് ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ, ഒരു നേഴ്സ്, ഒരു ടീച്ചർ. ഇതിൽ ആരെ താൻ സെലക്ട് ചെയ്യും? ഈ 3 ഓഫറും എനിക്ക് തന്നാൽ ഞാൻ ടീച്ചറെ സെലക്ട് ചെയ്യും. അയ്യോ, ടെലിഫോൺ ഓപ്പറേറ്റർ സെലക്ട് ചെയ്ത ദിവസം വരുമാനം കിട്ടും. പക്ഷെ അവൾ എന്നോട് പറയും, മിസ്റ്റർ ഈശോ ഓടി, നിങ്ങൾ ഇപ്പോൾ ക്യൂവിലാണ്, അല്പം കഴിഞ്ഞ് ട്രൈ ചെയ്യൂ എന്ന് പറയും. എന്നാ പിന്നെ നേഴ്സിനെ സെലക്ട് ചെയ്തുകൂടെ? ജർമ്മനിയിലും അമേരിക്കയിലൊക്കെ പോവാലോ. ജർമ്മനിയിലും അമേരിക്കയിലൊക്കെ പോവാം. പക്ഷെ അവള് പറയും, മിസ്റ്റർ ഈശോ ഓടി, നിങ്ങളുടെ ബോഡി വീക്കാണ്, അല്പം റെസ്റ്റ് എടുക്കൂ എന്ന് പറഞ്ഞ് കുത്തിവെച്ച് ഉറക്കിക്കളയും. അപ്പൊ ടീച്ചറെ സെലക്ട് ചെയ്യാൻ കാരണം എന്താ? ടീച്ചറെ സെലക്ട് ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ, എന്ത് കഷ്ടപ്പാട് ബുദ്ധിമുട്ടാണെങ്കിലും ടീച്ചർ ഹോംവർക്ക് ചെയ്യാതെ കിടത്തി ഉറക്കത്തില്ല. മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. 10,000 രൂപ സമ്മാനമായിട്ട് ലഭിക്കും.